പ്രണയബന്ധങ്ങളും സൗഹൃദങ്ങളുമൊക്കെ നല്ലതാണ്. അത് പരിധി വിടുമ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുമ്പോഴുമാണ് സൗഹൃദങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നത്. പ്രണയം നിരസിച്ചാൽ പ്രതികാരത്തിൻ്റെ മനോഭാവമാണോ വേണ്ടത്? ഒരാൾക്ക് ഇഷ്ടം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ അത് നിരസിക്കാനും അവകാശമില്ലേ? ഈ ദിവസങ്ങളിൽ ബംഗളൂരുവിലും കോഴിക്കോടും 2 യുവതികളെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ പ്രണയപ്രതികാരമായിരുന്നോ? മലപ്പുറം സ്വദേശിനി ഫസീലയെ കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്ത് സനൂഫിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ബംഗളൂരുവിലെ ഹോട്ടലിൽ അസം സ്വദേശിനിയായ യുവതിയെ മലയാളി യുവാവ് കൊലപ്പെടുത്തിയതും പ്രണയപ്പകയെന്നാണ് വിവരം. ഈ 2 കേസുകളിലും എന്താണ് സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മലപ്പുറം വെട്ടത്തൂർ സ്വദേശിനി ഫസീലയും തൃശൂർ സ്വദേശി അബ്ദുൾ സനൂഫും തമ്മിൽ ദീർഘനാളായുള്ള സൗഹൃദമുണ്ട്. 2 വിവാഹമോചനങ്ങൾക്ക് ശേഷമാണ് സനൂഫുമായി ഫസീല അടുക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഇരുവരും കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ മുറിയെടുത്തു. തിങ്കളാഴ്ച രാത്രി ഇവർക്കിടയിൽ എന്തോ സംഭവിച്ചു കാണണം. പിന്നീട് കേട്ടത് ഫസീലയുടെ മരണവാർത്തയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായി. സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ സനൂഫിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രണയപ്രതികാരമാണോ കൊലപ്പെടുത്താനുള്ള കാരണം? പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം. ചൊവ്വാഴ്ച രാവിലെയാണ് മലപ്പുറം വെട്ടത്തൂർ പട്ടിക്കാട് സ്വദേശി ഫസീലയെ എരഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ സ്വദേശി അബ്ദുൾ സനൂഫ് എന്ന യുവാവിനൊപ്പമാണ് ഫസീല ഞായറാഴ്ച രാത്രി 11-ന് മുറിയെടുത്തത്. സനൂഫ് തിങ്കളാഴ്ച രാത്രി ലോഡ്ജിൽ നിന്ന് പോയതാണ്. പിന്നീട് ഇയാളെ കണ്ടെത്താനായില്ല. മുറിയുടെ വാടക അടയ്ക്കാത്തതിനാൽ ലോഡ്ജ് ജീവനക്കാർ രാവിലെ നോക്കിയപ്പോഴാണ് യുവതിയെ കട്ടിലിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. വിളിച്ചിട്ടും യുവതി ഉണർന്നില്ല. മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ഇത് ബലം പ്രയോഗിച്ച് തുറന്ന ശേഷം ഡോക്ടറെ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്. സനൂഫ് ലോഡ്ജിൽ നൽകിയ വിലാസവും ഫോൺ നമ്പരും വ്യാജമാണെന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഫസീലയെ കൊലപ്പെടുത്തുകയാണെന്ന് വ്യക്തമായത്. ശ്വാസം മുട്ടിച്ചു കൊന്നതായാണ് നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന്റെ അന്തിമ റിപ്പോർട്ടിലെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഫസീല കോഴിക്കോട് എത്തിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. ജോലിക്ക് പോകുമ്പോൾ 15 സർവീസൊക്കെ കൂടുമ്പോൾ വരും, ചിലപ്പോൾ ഒരു മാസം കൂടുമ്പോൾ വരും. അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷനിൽ പോകുന്നു. പക്ഷെ ഇതിങ്ങനെ ഒരു നടക്കാവ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഒരു അറ്റാക്ക് ആയിപ്പോയി. ഇങ്ങനെ സ്വന്തം മോളല്ലേ, അത് നമ്മൾ ഇങ്ങനെ ഓരോ ന്യൂസിൽ കൂടി കണ്ടതാണ്. പക്ഷെ നമ്മൾ ആ വ്യക്തിനെ കണ്ടിട്ടില്ല, നമ്മൾ ആരാണെന്നും അറിയില്ല. 2 തവണ വിവാഹമോചിതയാളാണ് ഫസീല. വിവാഹമോചന കേസ് നടക്കുന്നതിനിടയിലാണ് സനൂഫിനെ പരിചയപ്പെടുന്നത്. സനൂഫിന്റെ പേരിൽ ഫസീല ഒറ്റപ്പാലത്ത് നേരത്തെ പീഡനക്കേസ് കൊടുത്തിരുന്നു. വീണ്ടും ഇയാളുമായി സൗഹൃദത്തിലാവുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ലോഡ്ജ് മുറിയിൽ നിന്ന് ഫസീലയുടെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ളവ കണ്ടെത്തി. സനൂഫ് ഉപയോഗിച്ച കാർ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ചക്കാന്തറയിലെ സ്കൂളിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിലും കണ്ടെത്തി. ഈ കാറ് മറ്റൊരാളുടെ പേരിലുള്ളതാണ്. പ്രതിക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. കോഴിക്കോട് നടക്കാവ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. ബംഗളൂരു നഗരത്തിൽ പ്രണയപ്രതികാരത്തെ തുടർന്നുള്ള കൊലപാതകങ്ങൾ നിത്യസംഭവമാണ്. ഈ വർഷം മാത്രം ബംഗളൂരുവിൽ അരങ്ങേറിയത് 161 കൊലപാതകങ്ങൾ. അസം സ്വദേശിനിയായ യൂട്യൂബറെ കൊലപ്പെടുത്തിയതിൻ്റെ കാരണവും പ്രണയപ്പകയെന്നാണ് സംശയം. കൊല്ലപ്പെട്ട മായ ഗൊഗോയും കണ്ണൂർ സ്വദേശിയായ ആരവ് ഖണിയും തമ്മിൽ 6 മാസത്തെ സൗഹൃദമുണ്ട്. ഈ ബന്ധത്തിലെ പ്രശ്നങ്ങളാണ് ആസൂത്രിത കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. ആരവും മായയും ഹോട്ടലിൽ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള ആരവ് 2 ദിവസം
മൃതദേഹത്തോടൊപ്പം ഹോട്ടൽ മുറിയിൽ ചിലവഴിച്ചു. സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതിക്ക് വേണ്ടി കണ്ണൂരിലുൾപ്പെടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇന്ദിരാനഗർ സെക്കൻഡ് സ്റ്റേജിലെ റോയൽ ലിവിംഗ് സർവീസ് അപ്പാർട്ട്മെന്റിൽ അസം സ്വദേശിനിയായ മായയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മായയും ആരവും 23-ാം തീയതി വൈകിട്ടോടെ ഹോട്ടലിൽ മുറിയെടുത്തു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഹോട്ടലിൽ തങ്ങിയ ആരവ് ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് പോയി. ഇതിനു പിന്നാലെ മുറിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് മുറി തുറന്നതോടെയാണ് യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നെഞ്ചിലും തലയിൽ ഉൾപ്പെടെ പരിക്കേറ്റ് അഴുകി തുടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. ಮಲ್ಟಿಪಲ್ ಸ್ಟಾಬ್ ಇಂಜುರೀಸ್ ಆಗಿದೆ. ಮೇಜರ್ ಕಾಸ್ ಆಫ್ ಡೆತ್ ಬಂದು ಚೆಸ್ಟ್ ಮೇಲೆ ಸ್ಟಾಬ್ ಮಾಡಿದ್ದಾನೆ, ಮತ್ತು ತಲೆಗೆ ಎಡಿ ಇಂಜುರಿ ಆಗಿದೆ. ಮಲ್ಟಿಪಲ್ ಅಲ್ಲಿ ಇಂಜುರೀಸ್ ಬಾಡಿ ಮೇಲೆಲ್ಲ ಇದೆ. ಸೊ ಅದರ ನಂತರ ಅವನು ಯಾರು ಇರ್ಬೋದು ಅಂತ ನಾವು ಮೊಬೈಲ್ನ ಅನಾಲಿಸಿಸ್ ಮಾಡಿದಾಗ ಅವನ ಹೆಸರು ಅರವನಾಯ್, 21 ಇಯರ್ಸ್, ಕೇರಳ, ಕಾರೈಕಲ್ ಕೇರಳ ರಾಜ್ಯದವನು ಇರ್ತಾನೆ. ಅವನು 8:15 ಅಲ್ಲಿಂದ ಬಂದು ಅಲ್ಲಿಂದ ಮೂವ್ ಆಗಿ ಬೆಂಗಳೂರಿನಲ್ಲಿ ಎಲ್ಲೋ ಒಂದು ಏರಿಯಾದಲ್ಲಿ ಮೊಬೈಲ್ ಸ್ವಿಚ್ ಆಫ್ ಮಾಡಿ ಅಲ್ಲಿಂದ ಪರಾರಿಯಾಗಿದೆ. ಸೊ ಅದು ಅವನು ಸಿಕ್ಕಿದ ಮೇಲೆ ನಮಗೆ ಫರ್ದರ್ ಡೀಟೇಲ್ಸ್ ಸಿಗುತ್ತೆ. ആസൂത്രിതമായാണ് ആരവ് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു. 24-ാം തീയതി, അതായത് തിങ്കളാഴ്ചയാകാം പ്രതി കൃത്യം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. കൊലപ്പെടുത്താനുള്ള കത്തി പ്രതി നേരത്തെ ബാഗിൽ കരുതിയിരുന്നു. ഹോട്ടലിൽ മുറിയെടുത്ത ശേഷമാണ് പ്രതി ഓൺലൈൻ വഴി നൈലോൺ കയർ ഓർഡർ ചെയ്തതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ് മായയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തിയത്. നെഞ്ചിലും തലയിലും മുറിവുകളുണ്ടായിരുന്നു. നെഞ്ചിൽ ആഴത്തിലുണ്ടായ മുറിവാണ് മരണകാരണം. യുവതിയുടെ മൊബൈൽ ഫോണും മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കൊലപാതകത്തിന് ശേഷം യുവാവ് മൃതദേഹത്തിനൊപ്പം മുറിയിൽ 2 ദിവസം ചെലവഴിച്ചു. CCTV ദൃശ്യങ്ങളിൽ നിന്നും ഹോട്ടലിലെ രേഖകളിൽ നിന്നുമാണ് പ്രതി കണ്ണൂർ സ്വദേശി ആരവാണെന്ന് പോലീസ് മനസ്സിലാക്കിയത്. ഹോട്ടലിൽ നിന്ന് ആരവ് പുറത്തേക്ക് പോകുന്നതിന്റെ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഇയാൾ ഇന്ദിരാനഗറിൽ നിന്ന് മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ മാർഗം കടന്നു കളഞ്ഞതായാണ് സംശയം. പിന്നീട് മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആക്കി. അതോടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വഴിമുട്ടി. പ്രതി പോകാനിടയുള്ള സ്ഥലങ്ങളിലാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി കണ്ണൂർ തോട്ടടയിലെ വീട്ടിലും ബന്ധുവീടുകളിലും ബംഗളൂരുവിൽ നിന്നുള്ള പോലീസ് സംഘം പരിശോധന നടത്തി. ബന്ധുക്കളിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞെങ്കിലും യുവതിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കാര്യമായ അറിവില്ലെന്നാണ് പോലീസിനോട് പറഞ്ഞത്. ജയനഗറിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ മായ ഗൊഗോയ് ബ്ലോഗറായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ മായ ഗൊഗോയ്ക്ക് ഒട്ടേറെ ഫോളോവേഴ്സ് ഉണ്ട്. സഹോദരിക്കൊപ്പമാണ് മായ ബാംഗ്ലൂരുവിൽ താമസിച്ചിരുന്നത്. മായയും ആരവും തമ്മിൽ 6 മാസത്തോളമായി സൗഹൃദത്തിലായിരുന്നുവെന്ന് യുവതിയുടെ സഹോദരി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയായ ആരവ് ബംഗളൂരുവിലെ ഒരു സ്കൂളിൽ സ്റ്റുഡന്റ് കൗൺസിലറായി ജോലി ചെയ്തു വരികയായിരുന്നു. എന്നാൽ എങ്ങനെയാണ് ഇരുവരും പരിചയപ്പെട്ടതെന്ന് വ്യക്തമല്ല. മായയും ആരവും തമ്മിലുണ്ടായ ബന്ധത്തിലെ പ്രശ്നമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. ന്യൂസ് 18 ബംഗളൂരു. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു മദ്യപാനി ഉണ്ടായാൽ മതി എല്ലാവരുടെയും സ്വൈര ജീവിതം തകരാൻ. മദ്യപിച്ച് ലക്ക് കേട്ടെത്തുന്നവർ വീട്ടിൽ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് പലപ്പോഴും അക്രമത്തിലും കൊലപാതകത്തിലുമാകും കലാശിക്കുക. ഇടുക്കി മൂന്നാറിൽ യുവാവിനെ സഹോദരൻ കൊലപ്പെടുത്തിയതിൻ്റെ കാരണവും മദ്യപിച്ച് വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയതാണ്. മൂന്നാർ സ്വദേശി സൂര്യ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സഹോദരൻ വിഘ്നേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് 2 മക്കളും തമ്മിൽ തർക്കമുണ്ടാവുകയും ഒരാളുടെ മരണവും സംഭവിച്ചത്. തിങ്കളാഴ്ച
രാവിലെയാണ് സൂര്യയെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൂങ്ങി മരിച്ചതാണെന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ വിവരം. എന്നാൽ മൃതദേഹം നിലത്ത് കിടക്കുകയായിരുന്നു. യുവാവിന്റെ കഴുത്തിൽ മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നതും പോലീസിൽ സംശയമുണ്ടാക്കി. മുറിക്കുള്ളിൽ സംഘർഷം നടന്നതിന്റെ സൂചനകളും പോലീസ് കണ്ടെത്തിയിരുന്നു. സൂര്യ മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് വീട്ടുകാരുമായി വാക്കുതർക്കം ഉണ്ടായതായി അയൽവാസികൾ മൊഴി നൽകുകയും ചെയ്തു. ഇതോടെ ബന്ധുക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും നിരപരാധികളാണെന്നായിരുന്നു അമ്മയുടെയും സഹോദരങ്ങളുടെയും നിലപാട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ സഹോദരൻ വിഘ്നേഷ് കുറ്റം സമ്മതിച്ചു. ഈ മരണപ്പെട്ട സൂര്യയുടെ ബ്രദർ വിഘ്നേഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ കഴിയില്ല. സൂര്യ മദ്യപിച്ചെത്തിയത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തോർത്തുപയോഗിച്ച് കഴുത്തു മുറുക്കിയാണ് കൊല നടത്തിയതെന്ന് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി. ഇയാളുടെ അമ്മയെയും സഹോദരിയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. മൂന്നാർ SHO രാജൻ കെ അരമനയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് 18 മൂന്നാർ. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പണം കടം കൊടുക്കാതിരിക്കുന്നതാണ് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകാതിരിക്കാൻ നല്ലത്. കടം വാങ്ങിയ പണം തിരികെ നൽകിയില്ലെങ്കിൽ പിന്നെ പിണക്കത്തിന് വരെയും കാരണമാകാം. അത് കൊലപാതകത്തിന് വരെയും കലാശിച്ച സംഭവങ്ങളുമുണ്ട്. കൊല്ലം മൈലാപ്പൂരിൽ കടം വാങ്ങിയ 20,000 രൂപ തിരികെ നൽകാത്തതിൻ്റെ വിരോധത്തിലാണ് യുവാവിനെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പൊള്ളലേറ്റതെന്നാണ് ആദ്യം പുറത്തു വന്ന വിവരമെങ്കിലും സംഭവം വധശ്രമമാണെന്ന് യുവാവ് പോലീസിന് മൊഴി നൽകി. ഉമയനല്ലൂർ സ്വദേശി റിയാസിനെ ആക്രമിച്ച കേസിൽ 2 അംഗ സംഘത്തിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഉമയനല്ലൂർ സ്വദേശി റിയാസിനാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. 2 പേർ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് ചികിത്സയിൽ കഴിയുന്ന റിയാസിന്റെ മൊഴി. സുഹൃത്തുക്കളായ ഷഫീഖ്, സുഹൈൽ എന്നിവർക്കെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബമാണ് റിയാസിൻ്റേത്. ഇവർക്ക് കൊടുക്കാണ്ടായിരുന്ന പണം തിരികെ നൽകാത്തതുടർന്ന് തമിഴ്നാട് തീർത്ഥാടനത്തിൽ കഴിഞ്ഞ റിയാസ് ചൊവ്വാഴ്ചയാണ് ഉമയനല്ലൂരിലെ വീട്ടിലെത്തിയത്. ഇതിന് പിന്നാലെ ഷഫീഖും സുഹൈലും വീട്ടിലെത്തി. റിയാസിനെ കൂട്ടിക്കൊണ്ടുപോയി. ഓട്ടോറിക്ഷയിലിരുന്ന് മദ്യപിച്ച ശേഷമാണ് ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ ഉപയോഗിച്ച് റിയാസിനെ തീ കൊളുത്തിയതെന്ന് പോലീസ് പറയുന്നു. തീ പടരുന്നതും 2 പേർ ഓടിപ്പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. $20,000 രൂപ കടം വാങ്ങിയ ശേഷം തിരികെ നൽകാത്തതിലുള്ള വിരോധമാണ് യുവാവിനെ ജീവനോടെ കത്തിക്കാൻ പ്രതികളെ പ്രേരിപ്പിച്ചത്. മൈലാപ്പൂർ സ്വദേശികളാണ് ഷഫീഖും സുഹൈലും. റിയാസ് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊലപാതക ശ്രമത്തിന് കൊട്ടിയം പോലീസ് കേസെടുത്തു. ഒളിവിൽ പോയ പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര. ലോക്കപ്പുകളിൽ പോലീസിന്റെ 3ാം മുറ കണ്ടിട്ടുണ്ട്. എന്നാൽ വീടുകളിലെത്തി സ്ത്രീകളെ വരെ കയ്യേറ്റം ചെയ്യുന്ന പോലീസിനെ കുറിച്ചുള്ള വാർത്തയാണ് എറണാകുളം വടക്കൻ പറവൂരിൽ നിന്നും കേട്ടത്. ലഹരി മരുന്നുണ്ടെന്ന രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മകനെ തിരഞ്ഞ് വീട്ടിലെത്തിയ പോലീസ് ഹൃദ്രോഗിയായ വീട്ടമ്മയെ പിടിച്ചു തള്ളിയെന്ന് പരാതിയിൽ പറയുന്നു. പറവൂർ CI ഷോജോ വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, എപ്പോഴായിരുന്നു സംഭവം? യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് മർദ്ദിച്ചെന്നാണോ വീട്ടമ്മയുടെ പരാതിയിൽ പറയുന്നത്?
എറണാകുളം വടക്കൻ പറവൂരിലാണ് പോലീസ് വീട്ടമ്മയെ മർദ്ദിച്ചെന്ന് പരാതി വന്നിരിക്കുന്നത്. മകനെ തിരഞ്ഞ് വീട്ടിലെത്തിയതാണ് പോലീസ്. മകൻ ലഹരിമരുന്ന് കൈവശം വെച്ചു എന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് പരിശോധനയ്ക്ക് പോലീസ് വീട്ടിലെത്തിയത്. ആ സമയത്താണ് ഹൃദ്രോഗിയായ വീട്ടമ്മയെ പോലീസ് പിടിച്ചു തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായത്. സംഘത്തിൽ വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വീട്ടമ്മ ഇതേ തുടർന്ന് ചികിത്സയിലാണ്. നാട്ടുകാർ ഈ കാര്യവുമായി ഉന്നയിച്ച് ശക്തമായ പ്രതിഷേധത്തിലുമാണ്. പറവൂർ CI ഷോജു വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു വീട്ടമ്മയ്ക്ക് നേരെ മർദ്ദനമുണ്ടായത്. ഇവർ പിടിച്ച് വീടിന്റെ ചുറ്റും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയും മകനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മകനെ എന്തിനാ കൊണ്ടുപോകണമെന്ന് ചോദ്യം ചെയ്ത്. കൂടെ വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല, പോലീസുകാരാണ് 3-4 പേരുണ്ടായിരുന്നത്. എന്നിട്ട് എൻ്റെ ഭാര്യനെ അയാൾ പിടിച്ച് മുറിക്കകത്ത് വെച്ച് പിടിച്ച് വലിച്ച് എറിയാണ് ചെയ്തത്. ഭർത്താവിൽ നിന്ന് ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയതിൻ്റെ വേദന, മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞതിൻ്റെ നൊമ്പരം, സ്വന്തം ജോലി പോലും നഷ്ടപ്പെട്ട അവസ്ഥ. പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ ഇരയായ യുവതി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്: ഇനി രാഹുലിനൊപ്പം ജീവിക്കാനില്ല. അച്ഛനും അമ്മയും പറഞ്ഞതാണ് ശരിയെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ ഭർത്താവ് ക്രൂരമായി ആക്രമിച്ചു. ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയും മർദ്ദനം. ഇതോടെ വീണ്ടും നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് യുവതിയുടെ കുടുംബം. നേരത്തെ കേസ് റദ്ദാക്കിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനും നീക്കമുണ്ട്. ഇതോടെ പഴയ കേസുകൾ വീണ്ടും ചുമത്താനാകുമെന്നാണ് പോലീസിന്റെ അനുമാനം. ഏറെ ചർച്ചയായ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് ഹൈക്കോടതി റദ്ദാക്കി 1 മാസമാകുമ്പോഴാണ് വഴിത്തിരിവ്. കറി മോശമായെന്നാരോപിച്ച് രാഹുൽ ഭാര്യയെ ക്രൂരമായി ഉപദ്രവിച്ചു. ആശുപത്രിയിലെത്തിച്ച ശേഷം രാഹുൽ മുങ്ങി. അതിനുശേഷമാണ് മാതാപിതാക്കൾ വിവരമറിയുന്നത്. ഒരു പ്രാവശ്യം അവന് വേണ്ടി മൊഴിമാറ്റി പറഞ്ഞതാണ്. അപ്പം അങ്ങനെ അത് കുടുംബത്തിനൊക്കെ വളരെ വേദന ഉണ്ടാക്കിയ സംഗതിയാണ്. അവൻ നീ എന്ത് പറയുന്നു? അപ്പോൾ അവൾ തീർച്ചപ്പെടുത്തി പറഞ്ഞു, ഒരിക്കൽ പോലും ഞാൻ അവനെ കൂടി ജീവിക്കാൻ തയ്യാറല്ല. അവളാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പോകവേ വീണ്ടും മർദ്ദിച്ചത് സഹിക്കാനാകുന്നില്ല. വീട്ടിൽ വെച്ച് മർദ്ദിച്ചതിന് ശേഷം ആംബുലൻസിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആംബുലൻസിന് സ്ട്രെച്ചറിൽ കിടത്തി ബെൽറ്റിട്ട് കിടത്തിയിരിക്കുന്ന ഈ കുട്ടിയെ അവർ അവിടെ അതിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളത് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്. എത്രയോ ക്രൂരമായ ഒരു പ്രവൃത്തി, അങ്ങനെയുള്ള ക്രൂര മനസ്സിൻ്റെ ഒരു ഓട്ടമ്മ, ഒരു സൈക്കോ ടൈപ്പായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് നമുക്ക് സഹിക്കാൻ പറ്റും. തെളിവ് മുഴുവൻ രാഹുലിനെതിരാണ്. രക്ഷപ്പെടാൻ മറ്റു മാർഗമില്ലെന്ന് മനസ്സിലാക്കിയെടുത്ത അടവ് നയമായിരുന്നു അന്ന് മകളെ കൂടെ കൂട്ടിയതെന്ന് അച്ഛൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. അവർ പറയുന്നത് പോലെ ഇവൾക്ക് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ മൊഴിമാറ്റം. അത് ആ യൂട്യൂബ് ചാനലിൽ 47 മിനിറ്റ് അവൾ സംസാരിക്കുന്നുണ്ടല്ലോ, അത് ശ്രദ്ധിച്ചാലും മനസ്സിലാവും. അവൾ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവർ എഴുതി കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുകയായിരുന്നു. M.Tech കഴിഞ്ഞ മകൾക്ക് നല്ല ജോലിയായിരുന്നു. അത് നിർബന്ധിച്ച് രാജിവയ്പ്പിച്ചു. സീനിയർ എഞ്ചിനീയറായിട്ട് അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മാനസികമായ വേദനയിരിക്കും അവൾക്കൂടെ ഇപ്പോഴും ഉണ്ട്. അവളുടെ ഇപ്പോൾ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ആ ജോലി വീണ്ടും തിരിച്ച് കിട്ടണം. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു പെൺകുട്ടിയുടെ കുടുംബം. ന്യൂസ് 18 കൊച്ചി. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ ആഴമേറിയ ബന്ധമുണ്ടോ? മക്കൾക്ക് വീട്ടിൽ എന്തും തുറന്നു പറയാനുള്ള സാഹചര്യമാണോ? കുട്ടികളുടെ സൗഹൃദത്തെക്കുറിച്ചും അവരുടെ ബന്ധങ്ങളെക്കുറിച്ചും പല മാതാപിതാക്കൾക്കും അറിവുണ്ടാകില്ല. പത്തനംതിട്ട അടൂരിലെ +2 വിദ്യാർത്ഥിനി 5 മാസം ഗർഭിണിയാണെന്ന് കുടുംബം അറിഞ്ഞത് അവളുടെ മരണശേഷമാണ്. സഹപാഠിയായ ആൺകുട്ടിയുമായി അവൾ അടുപ്പത്തിലായിരുന്നു. ഈ ബന്ധത്തിലാണോ 17-കാരി ഗർഭിണിയായത്? ഇക്കാര്യം കണ്ടെത്താൻ സഹപാഠിയുടെ DNA പരിശോധന അടക്കം സമഗ്ര അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. പോസ്റ്റ്മോർട്ടത്തിൽ പെൺകുട്ടി ഗർഭിണിയാണെന്ന് വ്യക്തമായതോടെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
മരിച്ച പെൺകുട്ടിയുടെ കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കാനാണ് DNA പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നത്. ഇതിനായി പെൺകുട്ടിയുമായി പ്രണയത്തിലെന്ന് സംശയിക്കുന്ന സഹപാഠിയുടെ DNA സാമ്പിൾ ശേഖരിക്കും. ഗർഭസ്ഥ ശിശുവിൻ്റെ സാമ്പിൾ നേരത്തെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിശോധനാ ഫലം വന്ന ശേഷമേ കേസിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങുകയുള്ളൂ. ഇക്കഴിഞ്ഞ 22-ാം തീയതിയാണ് ജില്ലയിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ പനിക്ക് ചികിത്സ തേടി 17-കാരി എത്തിയത്. അണുബാധ കണ്ടെത്തിയതോടെ വിദഗ്ധ ചികിത്സയ്ക്ക് നിർദ്ദേശിച്ചു. ബന്ധുക്കൾ പെൺകുട്ടിയെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 25-ന് പുലർച്ചെ പെൺകുട്ടി മരിച്ചു. സംശയം തോന്നി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് 5 മാസം ഗർഭിണിയെന്ന് കണ്ടെത്തിയത്. ഗർഭം ഒഴിവാക്കാൻ പെൺകുട്ടി അമിത അളവിൽ മരുന്ന് കഴിച്ചത് അണുബാധയ്ക്കും മരണത്തിനും കാരണമായെന്നാണ് നിഗമനം. പെൺകുട്ടി ആരുടെ പ്രേരണയിലാണ് മരുന്ന് കഴിച്ചതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടി പഠിച്ചിരുന്ന സ്കൂളിൽ KSU പ്രതിഷേധിച്ചു. ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന ചില സംഭവവികാസങ്ങൾ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി പ്രിൻസിപ്പളിനടക്കം PTA-ക്കടക്കം അധ്യാപകർക്കടക്കം നേരത്തെ ധാരണകളും വിവരങ്ങളും ഉണ്ടായിരുന്നു. അന്നൊക്കെ ഈ വിഷയം പതുക്കെ ഒതുക്കി തീർക്കാനുള്ള നീക്കമാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ അനന്തരഫലമാണ് ഈ കുട്ടിയെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയാതെ വയ്യ. ന്യൂസ് 18 പത്തനംതിട്ട. കേരളത്തിൽ കവർച്ചാ പരമ്പര ലക്ഷ്യമിട്ടെത്തിയ കുറുവ സംഘം എവിടെ? ആലപ്പുഴയിലെ മോഷണക്കേസിൽ തമിഴ്നാട് സ്വദേശി സന്തോഷിനെ പിടികൂടിയതൊഴിച്ചാൽ കവർച്ചാ പരമ്പരയിൽ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? കുറുവ സംഘത്തിൽ ഇനിയും 13 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്ന് പോലീസ് പറയുന്നു. ഇവരിൽ 4 പേർ ഇപ്പോഴും കൊച്ചിയിലുണ്ടെന്നാണ് വിവരം. പിടിയിലായ സന്തോഷിന് തിരുട്ട് ഗ്രാമത്തിൽ 3 വീടുകളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജനങ്ങളിൽ ഭീതി വിതച്ച മോഷണ സംഘത്തിനെ പൂർണ്ണമായും അമർച്ച ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കുറുവ സംഘത്തിൽ പ്രധാനിയായ സന്തോഷിന്റെ അറസ്റ്റോടെ കൂട്ടത്തിലെ പലരും സ്ഥലം വിട്ടു. മരടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സന്തോഷ് സെൽവത്തെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലും പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കൊച്ചിയിലും ആലപ്പുഴയിലുമായി ഉണ്ടായിരുന്ന സംഘാംഗങ്ങൾ ആരും ഗ്രാമത്തിലേക്ക് മടങ്ങിയിട്ടില്ല. ഇവരെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കാനും പോലീസിന് ഇതുവരെ ആയില്ല. ആലപ്പുഴയ്ക്ക് പുറമെ പറവൂരിൽ മോഷണത്തിന് ശ്രമിച്ചതും കുറുവ സംഘം തന്നെയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 പേർ തുടർച്ചയായ ദിവസങ്ങളിൽ നിരീക്ഷണം നടത്തിയ ശേഷമാണ് പറവൂരിൽ വീടുകൾ കുത്തിത്തുറന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചത്. സംഘത്തിലെ 13 പേരിൽ 4 പേർ ഇപ്പോഴും കൊച്ചി വിട്ടിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. കുറുവ സംഘവുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള റിപ്പോർട്ട് അന്വേഷണ സംഘം ഉന്നതാധികാരികൾക്ക് കൈമാറിയിട്ടുണ്ട്. പിടിയിലായ സന്തോഷ് സെൽവത്തിന് തേനിക്കടുത്തുള്ള തിരുട്ട് ഗ്രാമത്തിൽ 3 വീടുകളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മുവിൻ്റെ മാതാപിതാക്കൾ ഇന്നും മകളെക്കുറിച്ചോർത്ത് വിലപിക്കുകയാണ്. അമ്മുവിൻ്റെ മരണത്തിൽ സത്യം പുറത്തു വരണം. അറസ്റ്റിലായ 3 പെൺകുട്ടികൾക്കും ശിക്ഷ ഉറപ്പാക്കണം. വീഴ്ച വരുത്തിയ കോളേജ് അധികൃതരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകി. അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. അതേസമയം അമ്മുവിൻ്റെ മരണം സംബന്ധിച്ച കേസ് അന്വേഷണം പത്തനംതിട്ട DYSP നന്ദകുമാർ ഏറ്റെടുത്തു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ 3 പ്രതികളെയും വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്.
പത്തനംതിട്ട ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയായ അമ്മു സജീവന്റെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി കൈമാറിയത്. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥ സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തണമെന്ന് കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പരാമർശമുണ്ട്. മുഖ്യമന്ത്രിക്ക് പുറമെ ആരോഗ്യമന്ത്രി വീണ ജോർജുമായും അമ്മുവിന്റെ കുടുംബം കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയിൽ നിന്നുൾപ്പെടെ നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്നും പോലീസ് അന്വേഷണത്തിൽ തൃപ്തരാണെന്നും കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നല്ല പ്രതികരണമാണ്, അന്വേഷിക്കാമെന്ന് പറഞ്ഞു. നല്ല രീതിയിലാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയത്. പിന്നെ CPASന്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു. ഈ സാറിനെയും കണ്ടു. സാറിനെ ബിന്ദു മാഡം വിളിച്ചു വരുത്തി നമ്മളോട് സംസാരിച്ചു. അവർ അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. എന്ത് വീഴ്ച ഉണ്ടെങ്കിലും പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി അതുപോലെ തന്നെയാണ്, വളരെ അനുഭവമായിട്ടാണ് സംസാരിച്ചത്, വളരെ കാര്യമായിട്ടാണ് സംസാരിച്ചത്. പോലീസ് അന്വേഷണത്തിന് ഞങ്ങൾ പരിപൂർണ്ണ തൃപ്തരാണ്. അമ്മു സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് 3 സഹപാഠികളെയാണ് നേരത്തെ അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് പുറമെ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറുടെ നേതൃത്വത്തിലും അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല 18ാം പടിയിലെ ഫോട്ടോഷൂട്ടിൽ നടപടിയുമായി പോലീസ്. SAPയിലെ 23 പോലീസുകാരെ കണ്ണൂർ ക്യാമ്പിൽ തീവ്ര പരിശീലനത്തിനയക്കും. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രതിയായ ഡോക്ടർ ഒളിവിൽ. മെഡിക്കൽ കോളേജിലെ സർജനായ സർബിൻ മുഹമ്മദിനായി അന്വേഷണം ഊർജിതം. ഇടപ്പള്ളിയിൽ ജിംനേഷ്യത്തിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ യുവാവ് പിടിയിൽ. കണ്ണൂർ സ്വദേശി നൌഷാദിനെയാണ് 24 കിലോ കഞ്ചാവും 34 ഗ്രാം MDMAയുമായി പിടികൂടിയത്. ഗുരുവായൂരിൽ നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിൽ. മലപ്പുറം താനൂർ സ്വദേശി കുരങ്ങ് പ്രദീപ് എന്ന പ്രദീപിനെയാണ് കോഴിക്കോട് രാമനാട്ടുകരയിലെ ഒളിസങ്കേതത്തിൽ നിന്നും പിടികൂടിയത്. രാജ്യത്തെ ആത്മഹത്യാ നിരക്കിൽ മുൻനിരയിലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നവരിൽ കൂടുതലും കൗമാരക്കാരും യുവാക്കളുമാണ്. പ്രണയനൈരാശ്യം, മാനസിക പ്രശ്നങ്ങൾ, കുടുംബങ്ങളിലെ കലഹം, അങ്ങനെ പല കാരണങ്ങളുമുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 14കാരി ആത്മഹത്യ ചെയ്ത സംഭവമാണ് ഒടുവിലത്തേത്. നെയ്യാറ്റിൻകരയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി അന്നയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണകാരണം വ്യക്തമല്ല. എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് വീടുകളിൽ എന്തും തുറന്നു പറയാനുള്ള സാഹചര്യമുണ്ടോ? മാതാപിതാക്കൾ അവരുടെ പ്രയാസങ്ങളും നൊമ്പരവുമൊക്കെ കേൾക്കാറുണ്ടോ? നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെടാതിരിക്കാൻ, അവർ വഴിതെറ്റിപ്പോകാതിരിക്കാൻ അവരെ ഒന്ന് ചേർത്ത് പിടിച്ചു, ഉള്ളു തുറന്നൊന്ന് സ്നേഹിച്ചു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് പറഞ്ഞു കൊടുക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.